ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിനകത്ത് വരുന്നുള്ള ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നുള്ള മൊഡ്യൂളിൻ്റെ ജസ്റ്റ് ഒരു റിവിഷനും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQസും. ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. അത്ര ഡെപ്തിലൊന്നും നോക്കുന്നില്ല. ലാസ്റ്റ് 1 വീക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ക്ലിനിക്കൽ പാത്തോളജിനകത്ത് നമുക്കറിയാം യൂറിൻ അനാലിസിസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സിൻ്റെ അനാലിസിസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. അപ്പോൾ യൂറിൻ അനാലിസിസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 3 മെയിൻ കോമ്പോണൻസിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. ഏതൊക്കെയാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, കെമിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് വരുന്നുണ്ട്. ഈ ഫിസിക്കലിൽ പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് ഫിസിക്കൽ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നുള്ളത്. അപ്പോൾ അവിടെ മെയിനായിട്ട് വരുന്നുള്ളത് കളറാണ്. നോർമൽ യൂറിൻ്റെ കളറ് പെയിൽ യെല്ലോ ആണ്. ഇനി അതിൻ്റെ കളറ് മാറുന്നതിനനുസരിച്ചിട്ട് പല ഡയഗ്നോസിസിന് വേണ്ടി നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് പറയുമ്പോൾ, അതായത് ഡാർക്ക് യൂറിൻ ആണെങ്കിൽ, അതായത് ഡാർക്കർ യെല്ലോ കളർ ആണെങ്കിൽ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ പെയിൽ യെല്ലോ ആണെന്ന്. അപ്പോൾ അത് ഡാർക്കർ യൂറിൻ ആണെങ്കിൽ അത് ഡീഹൈഡ്രേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഇനി വെരി പെയിൽ ആണെങ്കിൽ, അതായത് വളരെ പെയിൽ കളർ എന്താണ് സാധാരണ ഉള്ളതിൽ നിന്നും ലൈറ്റ് ആയിട്ടുള്ള പെയിൽ കളർ ആണെങ്കിൽ അത് ഓവർ ഹൈഡ്രേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് റെഡ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ ഓരോ കളർ അനുസരിച്ചിട്ട് അതിൻ്റെ ഓരോരോ കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇനി ക്ലാരിറ്റി, അല്ലെങ്കിൽ ക്ലാരിറ്റീനെ കുറിച്ച് പറയുമ്പോൾ നോർമലി നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് ക്ലിയർ ആണ്. സോ ക്ലൗഡി ആയിട്ടുള്ള ടർബിഡ് ആയിട്ടുള്ള യൂറിൻ ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഇൻഫെക്ഷൻ ഓർ ദ പ്രസൻസ് ഓഫ് ക്രിസ്റ്റൽസ് ഓർ സെൽസ്. അപ്പോൾ സാധാരണ രീതിയിൽ യൂറിൻ എന്ന് പറയുന്നത് ക്ലിയർ ആണ്. പിന്നെ അതിനകത്ത് വല്ല ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൽസൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്റ്റൽസൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ടർബിഡായിട്ട് മാറും, ക്ലൗഡി ആയിട്ട് മാറും. ഇനി ഓർഡറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രഷ് യൂറിൻ ആണെങ്കിൽ ഒരു മൈൽഡ് ഓർഡറാണ് ഉള്ളത്. എ സ്ട്രോങ് സ്മെൽ മേ സജസ്റ്റ് ഇൻഫെക്ഷൻ ഓർ ഡയറ്ററി ഇൻഫ്ലുവൻസസ്. അല്ലാണ്ട് അതിൽ കൂടുതൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ അതെന്താണ് ഡയറ്ററി ആയിട്ടുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഓർഡറിൻ്റെ കേസിൽ. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ കേസിൽ പറയുമ്പോൾ നോർമൽ ആണെങ്കിൽ അത് റേഞ്ച് 1.005 തൊട്ട് 1.030 വരെയാണ്. ഈ റേഞ്ച് പലതിലും പല രീതിയിലാണ് കാണപ്പെടാറുള്ളത്. അപ്പോൾ ശരിക്കുള്ള റേഞ്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ MLT SCRTനകത്ത് കറക്റ്റ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ കേസിൽ വരുന്നത്. ഏതൊക്കെയാണ്? കളറ്, ടർബിഡിറ്റി, ഓർഡർ, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി കെമിക്കൽ എക്സാമിനേഷനിലോട്ട് പോകുമ്പോൾ pH, ഗ്ലൂക്കോസ്, കീറ്റോൺസ് അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കെമിക്കൽ എക്സാമിനേഷൻ്റെ കേസിൽ വരിക. അപ്പോൾ നോർമൽ pH നോക്കുകയാണെങ്കിൽ 4.5-ഉം 8-നും ഇടയിലാണ് നോർമൽ pH വരിക. ഇനി ഇതിൻ്റെ അപ്പുറം ഇപ്പുറം പോവുകയാണെങ്കിൽ അത് മെറ്റബോളിക് ഇഷ്യൂസ് ഉണ്ട് എന്നാണ് നോട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ യൂറിനകത്ത് എന്താണ് പ്രോട്ടീൻസ് പ്രസൻ്റ് ആവാറുണ്ട് ചില സൈസിൽ. നോർമൽ കേസിലാണെങ്കിൽ അവിടെ പ്രോട്ടീൻ ഉണ്ടാവാറേ ഇല്ല. ചിലപ്പോൾ എന്താണ് ചെറിയ എമൗണ്ടിൽ ഉണ്ടാവാം, അല്ലാണ്ട് പ്രോട്ടീൻ്റെ എമൗണ്ട് അവിടെ വളരെ കുറവാണ്. പക്ഷേ ഇനി കിഡ്നി ഡിസീസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ പ്രോട്ടീൻ്റെ എമൗണ്ട് അവിടെ കൂടി വരാറുണ്ട്. ഇനി ഗ്ലൂക്കോസിൻ്റെ കേസ് പറയുമ്പോൾ ഡയബറ്റീസിൻ്റെ കേസിൽ യൂറിനിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആയിരിക്കും, അല്ലാണ്ട് അത് ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ കീറ്റോൺസ് ആണെങ്കിലോ നോർമലി ആബ്സെൻ്റ് ആണ്. അൺകൺട്രോൾഡ് ഡയബറ്റീസ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ്റെ കേസിലാണ് കീറ്റോൺ ബോഡീസ് ഏതിനകത്ത് കാണപ്പെടുന്നുള്ളത്? യൂറിനകത്ത് കാണപ്പെടുന്നുള്ളത്. പിന്നെ ബിലിറൂബിനും അതുപോലെ തന്നെയാണ്. ലിവർ ഡിസീസിൻ്റെ കേസിലാണ് ബിലിറൂബിൻ നമ്മുടെ യൂറിനിലേക്ക് എത്താറുള്ളത്. നൈട്രൈറ്റ്സ് ആണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ലൂക്കോസൈറ്റ് എസ്റ്ററേസിൻ്റെ പ്രസൻറ്റ് ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ്സ് WBCs ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻഫെക്ഷൻ കോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷനിൽ നോക്കുമ്പോൾ മെയിനായിട്ട് ബാക്ടീരിയ, ക്രിസ്റ്റൽസ്, കാസ്റ്റ് അതുപോലെ തന്നെ സെൽസൊക്കെയാണ് കാണപ്പെടാറുള്ളത്. RBCs കാണാറുണ്ട്, WBCs കാണാറുണ്ട്, എപ്പിത്തീലിയൽ സെൽസൊക്കെയാണ് സെൽസിൻ്റെ കേസിൽ പറയാറുള്ളത്. ഇനി കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കാസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സാണ്. റീനൽ ട്യൂബ്യൂൾസിനകത്ത് ഫോം ചെയ്തിരിക്കുന്ന സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കാസ്റ്റ് എന്ന് പറയാം. ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹയാലിൻ, ഗ്രാനുലാർ, അതുപോലെ തന്നെ വാക്സി, കാസ്റ്റ് ഉണ്ട്. ഇനി ക്രിസ്റ്റൽസ് ആണെങ്കിലോ, ക്രിസ്റ്റൽസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ മെറ്റബോളിക് ഡിസോർഡറാണ്. ബാക്ടീരിയ ആണെങ്കിൽ UTI ആയിരിക്കും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ് മെയിനായിട്ട് ബാക്ടീരിയാസിനെ കാണപ്പെടുന്നുള്ളത്.
അപ്പോൾ അത്രയുമാണ് നമ്മൾ യൂറിൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളത്. ഇനി എക്സാമിനേഷൻ ഓഫ് ഫീസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫീക്കൽ എക്സാമിനേഷൻ അസസ് ഫോർ വേരിയസ് കണ്ടീഷൻസ്, പല കണ്ടീഷൻസിൽ നമ്മളത് അസസ് ചെയ്യാറുണ്ട്. ഇനി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അതിൻ്റെ കളറ്, കൺസിസ്റ്റൻസി, ഓർഡർ, അതുപോലെ തന്നെ അതൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കേസിൽ വരാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കളറിലോ അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിയിലോ അല്ലെങ്കിൽ ഓർഡറിൻ്റെ കേസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്ത് ഇഷ്യൂസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കെമിക്കൽ ടെസ്റ്റാണ് ഒക്കൾട്ട് ബ്ലഡ്. ഒക്കൾട്ട് ബ്ലഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ നമ്മുടെ ഫീസസിൽ അല്ലെങ്കിൽ സ്റ്റൂളിൽ ബ്ലഡ് പ്രസൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയാം. ഒക്കൾട്ട് ബ്ലഡ് ചിലപ്പോൾ അത് പുറമേ കാണാൻ സാധിക്കും, ചിലപ്പോൾ അത് എന്തായിരിക്കും ഉള്ളിലായിരിക്കും, അത്ര പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒക്കൾട്ട് ബ്ലഡ് മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ വല്ല ബ്ലീഡിങ്ങും ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ഫാറ്റ് സ്റ്റെയിൻസ് കാണപ്പെടാറുണ്ട്. ആ ഫാറ്റ് സ്റ്റെയിൻസ് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്, മാൽ അബ്സോർപ്ഷൻ ഡിസോർഡേഴ്സ് ഉള്ളതുകൊണ്ടാണ്. കറക്റ്റ് അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഫാറ്റ് സ്റ്റെയിൻസ് കാണപ്പെടുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ്റെ കേസിൽ പാരസൈറ്റ്സ്, സെൽസ്, ബാക്ടീരിയ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഈ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ചില എഗ്ഗ് അല്ലെങ്കിൽ ലാർവേ, നമ്മുടെ പാരസൈറ്റിൻ്റെ എഗ്ഗോ ലാർവയോ നമ്മുടെ സ്റ്റൂളിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ സെൽസിൻ്റെ കേസിൽ പറയുമ്പോൾ പ്രസൻസ് ഓഫ് WBCs ഓർ അബ്നോർമൽ സെൽസ് ക്യാൻ സജസ്റ്റ് ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ. എപ്പോഴും WBCസിൻ്റെ പ്രസൻസ്, നമുക്കറിയാം WBC ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ അല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരാൾ. അപ്പോൾ WBCസിൻ്റെ അബ്നോർമൽ പ്രസൻസ് കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻഫെക്ഷൻ്റെ സൂചനയാണ്, അവിടെ ഒരു ഇൻഫെക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് തരുന്നുള്ളത്. ഇനി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ബാക്ടീരിയ കാണുന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ ഇൻഫെക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ സ്പ്യൂട്ടം അനാലിസിസ് ആണെങ്കിലോ മെയിനായിട്ട് റെസ്പിറേറ്ററി കണ്ടീഷൻസ് ആണ് സ്പ്യൂട്ടം എക്സാമിനേഷനിലൂടെ നോക്കാറുള്ളത് അല്ലേ. റെസ്പിറേറ്ററി അനാലിസിസ്, റെസ്പിറേറ്ററി കണ്ടീഷൻസ്, എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ അതിനകത്തും ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കളറും കൺസിസ്റ്റൻസിയും ഓർഡറൊക്കെയാണ് മെയിനായിട്ട് ഫിസിക്കൽ എക്സാമിനേഷനിൽ നോക്കാറുള്ളത്. പിന്നെ സൈറ്റോളജി, അതായത് സെൽസ് നോക്കും, അതിനകത്ത് ഏതൊക്കെ അബ്നോർമലായിട്ടുള്ള ഏതൊക്കെ സെൽസ് നമ്മുടെ സ്പ്യൂട്ടത്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കും. പിന്നെ മൈക്രോബയോളജിക്കലി ഏതൊക്കെ ഓർഗാനിസംസ് ആണ്, ബാക്ടീരിയ ആണോ ഫംഗൈ ആണോ എന്നൊക്കെ നോക്കും. ഇപ്പോൾ നമുക്കറിയാം മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് പോലുള്ള ബാക്ടീരിയ അതൊക്കെ എന്താണ് TB കോസ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ TB എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു ഡിസീസാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കും. പിന്നെയുള്ളത് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ആണ്, അത് ആൻറ്റിബയോട്ടിക് സസെപ്റ്റിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് CSF എന്ന് വെച്ചാൽ എന്താണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് CSF എന്ന് പറയുന്നത്. മെയിനായിട്ട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സാണ് ഇത് അനാലിസിസ് ചെയ്യുന്നുള്ളത് അല്ലേ. CSF അതെവിടെയാണ് ഉള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സാണ് നമ്മൾ CSFലൂടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ, കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെയാണ് CSFൻ്റെ കേസിൽ നോക്കാറുള്ളത്. നോർമലായിട്ട് CSF ക്ലിയർ ആണ്, അതുപോലെ തന്നെ കളർലെസ് ആണ്. ക്ലൗഡിനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്, ഇൻഫെക്ഷൻ എന്നാണ്. ഇനി കെമിക്കൽ ടെസ്റ്റ് നോക്കുമ്പോൾ പ്രോട്ടീൻ ലെവൽ നോക്കും, ഗ്ലൂക്കോസ് ലെവൽ നോക്കും. അപ്പോൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് ഫസ്റ്റ് ഇട്ട വീഡിയോ അല്ല MCQ Day 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CSFനകത്തുള്ള പ്രോട്ടീൻ നോക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാത്തവരുണ്ടെങ്കിൽ അത് പോയി നോക്കുക, മറന്നുപോയിട്ടുണ്ടവരുണ്ടെങ്കിൽ വീണ്ടും നോക്കുക. ഓക്കെ, അപ്പോൾ കെമിക്കൽ ടെസ്റ്റ്, അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം എന്താ പറഞ്ഞാൽ പ്രോട്ടീൻ ലെവൽ അല്ലേ. എലവേറ്റഡ് പ്രോട്ടീൻ ലെവൽസ് മേ ഇൻഡിക്കേറ്റ് ഇൻഫെക്ഷൻ ഓർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. അപ്പോൾ പ്രോട്ടീൻ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ന്യൂറോളജിക്കൽ ഡിസോർഡറിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലോ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതല്ല, ലോ ലെവലാണെങ്കിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് നമ്മൾ പറയും. നമ്മുടെ CSFൽ മെയിനായിട്ട് കാണപ്പെടുന്ന കോസ് ചെയ്യുന്നുള്ളൊരു ഡിസോർഡറാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നുള്ള ബാക്ടീരിയയാണത് കോസ് ചെയ്യുന്നുള്ളത്. ഇനി മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നോക്കുമ്പോൾ അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്, WBCs കൂടുതലാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം, സെൽ കൗണ്ട്. ഇനി സൈറ്റോളജിയിലോട്ട് വരുമ്പോൾ മാലിഗ്നൻറ്റ് സെൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ക്യാൻസറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് സെമൻ അനാലിസിസ് കൂടിയാണ് കേട്ടോ. സെമൻ അനാലിസിസ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, മെയിൽ ഫെർട്ടിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സെമൻ അനാലിസിസ് ചെയ്യുന്നത്. നോർമൽ റേഞ്ച് എത്രയാണ്, 1.5 to 5 ml ആണ് സെമൻ്റെ നോർമൽ വോളിയം എന്ന് പറയുന്നത്. ഇനി pH ആണെങ്കിലോ 7.2 to 8 ആണ്, 7.2 to 8 ആണ്. സ്പേം കോൺസെൻട്രേഷൻ ആണെങ്കിൽ പെർ ml-നകത്ത്, ഒരു ml-നകത്ത് എത്ര സ്പേംസ് ഉണ്ടാവും, എന്താണ് 15 മില്യണിനേക്കാളും കൂടുതലായിരിക്കും, അതിനേക്കാളും ഒരിക്കലും കുറയില്ല. അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവിടെ
നമ്മൾ കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നുള്ളത്. പിന്നെ മോട്ടിലിറ്റി നോക്കുമ്പോൾ എപ്പോഴും എത്രയായിരിക്കും 40% സ്പേംസും അതിനകത്ത് 40%ൽ കൂടുതൽ സ്പേംസും അതിനകത്ത് മോട്ടയിലാണെങ്കിൽ മോട്ടിലിറ്റി ഓക്കെ ആണെന്ന് പറയാം. ഇനി മോർഫോളജി പറയുമ്പോൾ 4%ൽ കൂടുതൽ നോർമൽ ഷേപ്പുള്ള സ്പേം ആണെങ്കിൽ നോർമലായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സെമൻ അനാലിസിസും യൂറിൻ അതുപോലെ തന്നെ CSF അതുപോലെ തന്നെ സ്റ്റൂൾ അനാലിസിസ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഓടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് MCQs കൂടി നമ്മൾ നോക്കാണ് കേട്ടോ. വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് 1.005 to 1.030. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരായിരിക്കെങ്കിലും നമ്മുടെ MLT SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള റേഞ്ച് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അത് ഈ റേഞ്ച് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഡിക്കേറ്റ്സ് എ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഏതാണ്? നമ്മൾ പറഞ്ഞു ബിലിറൂബിൻ ആണെങ്കിൽ ലിവർ ടെസ്റ്റാണ്. പിന്നെ ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റിയോ ലോ PHO അല്ല, പോസിറ്റീവ് നൈട്രേറ്റ് ടെസ്റ്റാണ്. നൈട്രേറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ദ പ്രസൻസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് കാസ്റ്റ് ഇൻ യൂറിൻ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് കിഡ്നി ഡിസീസ്. ഏത് ടൈപ്പ് ഓഫ് ക്രിസ്റ്റലാണ് ക്രിസ്റ്റൽ അല്ല കാസ്റ്റാണ് കിഡ്നി ഡിസീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. ഹയാലിൻ കാസ്റ്റ് ഉണ്ട്, വാക്സി കാസ്റ്റ് ഉണ്ട്, ഫാറ്റി കാസ്റ്റ് ഉണ്ട്. ഇവിടെ ഓൾ ഓഫ് ദി എബവ് ആണ്. എല്ലാം കിഡ്നി ഡിസീസിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി യൂറിൻ്റെ നോർമൽ PH റേഞ്ചാണ് 4.5 to 8 ആണ് യൂറിൻ്റെ നോർമൽ PH റേഞ്ച് വരുന്നുള്ളത്. ഇനി വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ ഇൻഡിക്കേറ്റ്. ഒക്കൾട്ട് ബ്ലഡ് നമ്മുടെ സ്റ്റൂളിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്? അവിടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ എന്തോ ഒരു ബ്ലീഡിങ് ഉണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ പാരാസൈറ്റിക് ഇൻഫെക്ഷൻ ഇൻ ഫീസസ്. ഏതാണ്? ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തേ മനസ്സിലാൻ പറ്റുള്ളൂ? അവിടെ ബ്ലഡ് പ്രസൻ്റ് ആണോ അല്ലേ മാത്രമേ നമുക്കറിയുള്ളൂ. ഫാറ്റ് സ്റ്റെയിൻ ആണെങ്കിൽ ഇത് മാലബ്സോപ്ഷൻ ആണ് നോക്കുന്നത്. ഇനി PH ചെക്ക് ചെയ്താൽ PHൻ്റെ കാര്യം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ മൈക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്യുമ്പോഴാണ് അവിടെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ആ പാരസൈറ്റിൻ്റെ ലാർവയോ എഗ്ഗോ മറ്റോ പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇനി ഇൻ സ്പ്യൂട്ടം അനാലിസിസ് ദ പ്രസൻസ് ഓഫ് അബ്നോർമൽ സെൽസ് ക്യാൻ ഇൻഡിക്കേറ്റ്. അബ്നോർമൽ സെൽസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാലിഗ്നൻസി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സ്പ്യൂട്ടം കൾച്ചർ. സ്പ്യൂട്ടം കൾച്ചറിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് PH ലെവൽ ടു ഡിറ്റർമൈൻ PH ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും എന്താണ് അതിനെ കൾച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അസസ് സൈറ്റോളജീൻ്റെ കേസിൽ നമുക്ക് കൾച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. മ്യൂക്കസ് കൺസിസ്റ്റൻസിൻ്റെ കേസിൽ നമുക്ക് കൾച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനകത്തുള്ള ബാക്ടീരിയനെയും ഫംഗസിനെയും ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്കതിനെ കൾച്ചർ ചെയ്തിട്ട് നോക്കണം. അതുകൊണ്ടാണ് നമ്മളതിനെ കൾച്ചർ ചെയ്യുന്നത്. CSF. വാട്ട് ഡസ് ക്ലൗഡി അപ്പിയറൻസ് ഓഫ് സെൻട്രൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടിപ്പിക്കലി ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ നമുക്ക് എന്താണ് ക്ലൗഡി അപ്പിയറൻസ് വരുമ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത്. ഇൻ CSF അനാലിസിസ് ലോ ഗ്ലൂക്കോസ് ലെവൽ, നമ്മൾ പറഞ്ഞു ലോ ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ അവിടെ എന്തായിരുന്നു? മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. അതും ഏതാണ്? ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. What is the normal sperm concentration per ml in a semen analysis? നോർമൽ സ്പേം കോൺസെൻട്രേഷൻ പെർ ml ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 15 മില്യണിൽ കൂടുതലായിരിക്കും എപ്പോഴും. ഓക്കെ ആണല്ലോ. ഇൻ സെമൻ അനാലിസിസ് വാട്ട് ഈസ് കൺസിഡർഡ് ആസ് ദ നോർമൽ പെർസെൻറ്റേജ് ഓഫ് മൊട്ടൈൽ സ്പേം. മൊട്ടൈൽ സ്പേം എപ്പോഴും എത്രയായിരിക്കും? 40% കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് പറഞ്ഞത്. അതായത് ഇനിയും പഠിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ മറ്റൊരു മൊഡ്യൂളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു.